ഇത്രയും ചെറിയ പ്ലോട്ടിൽ 2.25 സെന്റിലൊക്കെ ഒരു വീട് വെക്കുന്ന മലയാളി പൊളിയല്ലേ? ഈ സർക്കിൾ വട്ടം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് നെഗറ്റീവ് കമന്റ് ആയിട്ട് എഞ്ചിനീയർക്ക് വട്ടായിട്ടുണ്ട് എന്നുള്ള കൺസെപ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ രീതിയിൽ ചെറിയ പ്ലോട്ടിൽ വീട് വെക്കുമ്പോൾ എല്ലാവരും മാക്സിമം ബെഡ്റൂമുകൾ കൂട്ടാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു വീട്ടിൽ ഈ കാണുന്ന മെയിൻ ഹാളിനെ എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വീട് വെക്കാൻ എത്ര സ്ഥലം വേണം? 8 സെന്റ് വേണോ, 10 സെന്റ് വേണോ, അതോ 20 വേണോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഇതാ വെറും 2.25 സെന്റിൽ അടിപൊളിയായിട്ട് ഡിഫറെൻറ്റ് ഡിസൈനേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്ന വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. നെന്മൻ്റെ ആയിട്ട് ഈ ഒരു വീടുള്ളത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ സ്ഥലം ഫില്ല് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പടുത്തുയർത്തല്ല ചെയ്തിരിക്കുന്നത്. CP ബിൽഡേഴ്സും ഡിഫറെൻറ്റ് ഡിസൈൻസ് ആൻഡ് ആർക്കിടെക്ട്സും ചെയ്ത മനോഹരമായ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അശ്വിനാണ് കൂടെ ഉള്ളത്. അശ്വിൻ തന്നെയാണ് ഇതിന്റെ ഡിസൈനറും എഞ്ചിനീയറും എല്ലാം. അശ്വിൻ നമസ്കാരം. നമ്മളെ വ്യൂവേഴ്സിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും ചെറിയ പ്ലോട്ടിൽ 2.25 സെന്റിലൊക്കെ ഒരു വീട് വെക്കുന്ന മലയാളി പൊളിയല്ലേ? മലയാളിയുടെ സ്വപ്നമാണ് ഇത്രയും ഒരു ചെറിയ പ്ലോട്ടിൽ ഒതുക്കിയിരിക്കുന്നതെന്ന് പറയാം. ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീട്. അത് പൂർണ്ണമായും മലയാളിയുടെ ചിന്താരീതിയെ വ്യത്യസ്തമാക്കുന്ന നിലയിലാണ് ഞാൻ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇപ്പോഴുള്ള ഏതൊരു മലയാളി, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്വന്തമായ വീടൊന്ന് നോക്കിയാൽ മതി. എല്ലാവരും വീടിരിക്കുന്നത് 10 സെന്റ് അല്ലെങ്കിൽ 8 സെന്റ് മിനിമം ആ ഒരു സൈസിലാണ്. വീട് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാർ. അതിൽ നിന്നും വ്യത്യസ്തമായി 2.25 സെന്റിലും ഇത്രയും സൗകര്യങ്ങളോടുകൂടി വീട് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചത് മാത്രമാണ്. അതെ, നിങ്ങളെ ഒന്ന് ഞെട്ടിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ മലയാളിയുടെ ഈ ഒരു ലക്ഷറി എന്നുള്ള വലിയ വീട് വെക്കണം അല്ലെങ്കിൽ വലിയ സ്ഥലം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് പൊളിച്ച് തിരുത്തി എഴുതുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ സ്വന്തം വീട് എന്നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ഹൈലൈറ്റ് ആണ്. എല്ലാവരും ഇത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പൊ സ്വന്തം വീടാകുമ്പോൾ നമുക്ക് വേറെ ആരുടെ സജഷൻസ് തേടാനും ഇല്ല. നമുക്ക് നമ്മുടേതായ സജഷൻസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അപ്പൊ ഈ ഒരു വീട് ഇത്രയും ചെറിയ പ്ലോട്ടാണ്. ഈ ഒരു പ്ലോട്ട് കെട്ടുമ്പോൾ ഫാമിലി പറയുമല്ലോ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വീടുണ്ടാക്കാം, വീട്ടുകാർ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ വീട്ടുകാരും സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആരും സപ്പോർട്ടിംഗ് ആയിട്ട് ആരും ഇല്ലായിരുന്നു. നമ്മൾ ഈ സർക്കിൾ വട്ടം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് നെഗറ്റീവ് കമന്റ് ആയിട്ട് എഞ്ചിനീയർക്ക് വട്ടായിട്ടുണ്ട് എന്നുള്ള കൺസെപ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞ സമയത്ത് എല്ലാവരും പോസിറ്റീവ് റിപ്ലൈയിലേക്ക് വന്നു. അതെ, കാരണം ഇത് അതല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ മൈൻഡിൽ മുന്നേ ഇതൊരു നമ്മുടെ ഇമാജിനറിയിൽ ഉണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഈ ഒരു വീട് നമ്മളെ വ്യൂവേഴ്സിന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഓക്കെ, താങ്ക് യു. വ്യത്യസ്തമായ വീടാകുമ്പോൾ വ്യത്യസ്തമായ ഫാൻസ് ഡിസൈനുകൾ വേണമല്ലോ. അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു മതിലിൽ കാണാൻ പറ്റുന്നത്. ഒരു കർവ് ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ ജാളി ഡിസൈനും കൂടി വന്നപ്പോൾ ഈ ഒരു വീടിന് ഏറ്റവും ആപ്റ്റ് ആകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ അകത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കോബിൾ സ്റ്റോൺ കൊണ്ട് സർക്കിൾ ഡിസൈൻ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 സൈഡിലും ഒരു റെഡ് ബ്രിക്കിൻ്റെ കളറിലെ ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് പേര് ആലേഖനം ചെയ്തിട്ടുണ്ട്, CP നിവാസ്. ഇനി നേരെ വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണ്. വീടിൻ്റെ ഡിസൈന് ഒന്ന് ഡിഫറെൻ്റ് ആണ്. ഒരു മോഡേൺ സ്റ്റൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ നമുക്കറിയാം കേരളത്തിൽ സ്ലോപ്പ് റൂഫുകളാണ് കാണാറുള്ളതെങ്കിലും ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു മോഡേൺ ലുക്കിൽ കണ്ടംപററിയും അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ള ഒരു മോഡേൺ സ്റ്റൈൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പലർക്കും ആശങ്കയുണ്ടാവും ഇങ്ങനെയൊക്കെ നിർമ്മിക്കുമ്പോൾ മഴവെള്ളം അങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടുമെന്ന്. അങ്ങനെ കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാലൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് വെറൈറ്റി വീടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൺസെപ്റ്റ് എന്താണോ അല്ലെങ്കിൽ നമുക്കൊരു വ്യത്യസ്തത വേണം, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഷെയ്ഡുകൾ തന്നെയാണ്.
മാക്സിമം പുറത്തേക്ക് എത്രയാണോ സാധാരണ സൺഷെയ്ഡുകൾ നമുക്ക് കാണാറുള്ളത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡുകളെല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നേരെ വെള്ളം അങ്ങോട്ട് ചാടി പോവുകയൊന്നുമില്ല, ആ ടെൻഷൻ വേണ്ട. എന്നാലും ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു വീടുകളെല്ലാം സർക്കിളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണ ജോമെട്രി ഡിസൈനുകളൊക്കെ നമ്മൾ കാണുമ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം കെർവ്ഡ് ആണ്. ഈ കാണുന്ന എൻട്രൻസ് ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് കാണാം. അതുപോലെ തന്നെ നേരെ വരുമ്പോൾ ഇതൊരു കാർ പോർച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ മേലേക്ക് വരുമ്പോൾ ബാൽക്കണിയെ ഒരു ക്യാപ്സ്യൂൾ സ്റ്റൈലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് ചുറ്റും നമുക്ക് ഈ സ്ട്രിപ്പ് ലൈറ്റുകൾ കാണാം. അതുപോലെ ഏറ്റവും മേലെ റൂഫിലും നമുക്ക് ആ സ്ട്രിപ്പ് ലൈറ്റുകൾ കാണാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഈ കാണുന്ന വിൻഡോ പോർഷനിലെ സർക്കിളിനെ തന്നെ ആയിരിക്കുമല്ലോ. ഈ വരുന്ന ഏരിയയിലും ദാ നല്ലൊരു LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ വിൻഡോ സർക്കിളിൽ ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ വിൻഡോകൾ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതാ വിൻഡോ പൂർണ്ണമായിട്ടും സർക്കിളിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്ലാസ് സർക്കിളിലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുക്കുന്ന ഗ്രില്ലുകൾ അത് ഡിസൈൻ ചെയ്ത് സർക്കിൾ ചെയ്ത് കറക്കിയുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡിസൈനർ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് വരാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതിലുള്ള ഉദാഹരണമാണ് ഈ കാണുന്നത്. എന്താ ഗാർഡനിലേക്ക് വരികയാണെങ്കിൽ പുറമെ കുറച്ച് ഏരിയയിൽ കോബിൾ സ്റ്റോണുകളാണ് കൊടുത്തതെങ്കിലും ബാക്കിയുള്ള ഏരിയകളിൽ ഗ്രാസ് പേവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബോൺസായി ട്രീയും കൂടെ സെറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ഗാർഡൻ സിമ്പിൾ ഏരിയ കൂടെ ആണെങ്കിൽ വേറെ ലെവലായി. വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പറയണം. ഈ ഒരു വീടിന് സിറ്റ് ഔട്ട് ഇല്ല. സിറ്റ് ഔട്ട് വരാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല 2 സ്റ്റെപ്പുകൾ കർവ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അഡീഷണൽ റൗണ്ട് ലൈറ്റുകളും കൂടെ കൊടുത്തു. ഇനി ഇതുപോലുള്ള വീടുകൾ ചെറിയ പ്ലോട്ടിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ആശങ്ക എന്താണെന്ന് വെച്ചാൽ സൈഡിലേക്ക് എത്ര വിടണം, ആ സൈഡിലേക്ക് വിട്ടിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. നമുക്കറിയാം ഇതുപോലുള്ള ബഡ്ജറ്റ് വീടുകൾ അല്ലെങ്കിൽ ചെറിയ സ്പേസിൽ വീടുകളൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൈഡിൽ നിന്നുള്ള പ്രോപ്പർട്ടിയിൽ നിന്നുള്ള കൺസെൻറ്റുകൾ വാങ്ങിയിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ ഒരു വീടും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൈഡിൽ നിന്ന് എത്രയാണോ വിടേണ്ടത് അതുപോലെ തന്നെ വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ 4 ബൗണ്ടറികൾ വരുന്നത്. ഒരു ഫ്രണ്ട് ഏരിയയിൽ റോഡാണ് കേട്ടോ വരുന്നത്. ആ രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും എല്ലാം സർക്കിൾ ഡിസൈനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വീടിൽ ഇനി കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം സർക്കിൾ ഡിസൈൻ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ PU പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ. വുഡൻ ഫ്രെയിമാണ്, വുഡൻ ഡോറാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഏലിൻ്റെ ലോക്കുമാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ ചെറിയ പ്ലോട്ടിൽ വീട് വെക്കുമ്പോൾ എല്ലാവരും മാക്സിമം ബെഡ്റൂമുകൾ കൂട്ടാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു വീട്ടിൽ ഈ കാണുന്ന മെയിൻ ഹാളിനെ എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം ബെഡ്റൂമുകൾ രണ്ടും മേലേക്ക് മാറി. അതുപോലെ ഈ മാക്സിമം ഉള്ള ഏരിയനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എഞ്ചിനീയർ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നേരെ വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു ലിവിങ് സ്പേസ് അല്ലെങ്കിൽ ഒരു സോഫ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സോഫ സ്പേസിൻ്റെ ബാക്കിലും നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള സർക്കിൾ തീമുകൾ. സർക്കിൾ തീമിനെ ഏറ്റവും ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മാക്സിമം വ്യൂ കിട്ടുന്നതിനും അല്ലെങ്കിൽ ലൈറ്റ് കിട്ടുന്നതിനും ഇത് സഹായകമായി. ഇതിലേക്ക് കാണുന്ന ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇതിനെയും സർക്കിളായിട്ട് ഇതിൻ്റെ ഹാൻഡ് റെയിലുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. സാധാരണ രീതിയിൽ വിൻഡോകളിൽ ഉണ്ടാകുന്ന ഗ്രില്ലുകൾ അത് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ അതും സർക്കിളിൽ മെറ്റൽ CNC ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു സോഫ നല്ലൊരു കളർ തീമിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് വന്ന ഡൈനിങ് സ്പേസ് ചെറിയ സ്പേസ് ആണ്. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റ് ആകുന്ന രീതിയിൽ ഇതാ സർക്കിൾ തന്നെയാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പല വീഡിയോകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ചെയറുകളൊക്കെ ഇതിനകത്ത് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സ് നമ്മുടെ വീഡിയോകളിൽ കാണാൻ പറ്റും. ടോപ്പ് സിംപിൾസിറ്റി ഫീൽ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് മാർബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെയിം പാറ്റേൺ തന്നെ നിങ്ങൾക്ക് സീലിങ്ങിലും കാണാൻ പറ്റും. അതുപോലെ ലൈറ്റുകളിലും കാണാൻ പറ്റും. മാക്സിമം ഒരു വീട്ടിൽ എത്രത്തോളം സർക്കിൾസിന് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. മെയിൻ ഡോറിൻ്റെ അകത്തുനിന്നുള്ള വ്യൂവിൽ നമുക്ക് സർക്കിൾ ഐഡിയാസ് കാണാം. എൻ്റർ ചെയ്യുമ്പോഴുള്ള കാർപ്പറ്റിലും സർക്കിൾ ഐഡിയാസ് കാണാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ TV ഏരിയ ഇവിടെ തന്നെയാണ് വരുന്നത്. ഈ ഒരു വാളിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചാർക്കോൾ പാനലുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ കളർ തീം നമുക്ക് കാണാൻ പറ്റും. ഇത് പല കളറിലത് നമ്മൾ പല വീഡിയോകളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ TV യൂണിറ്റിന് വൈറ്റ് കളർ തീമും അതുപോലെ ഇതിൽ ലൈറ്റും കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ ഗ്രാൻഡ് ആയില്ലേ. ഇതാ ഈ ഒരു ലിവിങ് തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ് ഓപ്പൺ കിച്ചൺ നിൽക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ ഇത്രയ്ക്ക് ഒരു ഗ്രാൻഡ് ഇവിടെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് വെറും 2.5 സെൻറ്റ് അല്ലെങ്കിൽ 2.25 സെൻറ്റിലെ വീടാണ്
ഒരിക്കലും നിങ്ങൾക്ക് തോന്നില്ല. ഇവിടെ ഒരു ബെഡ്റൂം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചെറിയ കിച്ചണാണ്, ചെറിയ റൂമാണ് എന്നൊക്കെ. പലപ്പോഴും പലരും വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. എന്നാലും ചിലർക്കെങ്കിലും ഒരു ആശങ്കയുണ്ടാവും, ഇവിടെ ഒരു ബെഡ്റൂം കൊടുക്കാമായിരുന്നല്ലോ എന്ന്. ഈ ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ എൻജിനീയർക്കുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ ഈ ഒരു ഏരിയയെ അവർക്കൊരു വർക്ക് സ്പേസ് ആക്കണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആക്കണം എന്നാണ്. അങ്ങനെ ഒരു കൺവെർട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. ഓപ്പൺ സ്പേസിൽ നമുക്ക് അങ്ങ് കൺവെർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, കിച്ചണിലാണ് വന്നിരിക്കുന്നത്. കിച്ചണിൽ ആ ഹുബ് ആൻഡ് ഹുഡ് ഒരു ഐലൻഡ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതിലിവിടെ എക്സ്ട്രാ ഒരു സ്റ്റോറേജ് സ്പേസ് ഇതുപോലെ കൗണ്ടറാക്കി കൊടുത്തു. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ ഒക്കെ നോക്കുമ്പോൾ ഒരു വുഡൻ തീമിൽ നിന്ന് ഒരു വൈറ്റിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 പേർക്ക് സുന്ദരമായിട്ട് ഇരിക്കാനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, വൈറ്റ് കൗണ്ടർ ടോപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ സ്റ്റോറേജ് സ്പേസിലേക്കും വൈറ്റ് കളർ തീം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന കളർ ഒരു മൊറോക്കൻ പാറ്റേൺ നിങ്ങൾക്ക് കാണാം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അതിലും സർക്കിൾ തീം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വോളിൽ വുഡിൽ ഗ്രേ തീം കൂടെ വന്നപ്പോൾ അടിപൊളിയായില്ലേ? നിങ്ങൾ പറയണം അത് അടിപൊളിയായോ ഇല്ലേ എന്നുള്ളത്. ഇനി ഇവിടേക്കുള്ള സീലിങ്ങിൻ്റെ സ്പേസിലേക്ക് നിങ്ങൾക്കൊരു ഗ്രൂ ലൈറ്റ് കാണാൻ പറ്റും, അതുപോലെ ഒരു കോവ് ലൈറ്റും കാണാൻ പറ്റും. ഇതിലും ഒരു ഓവൽ ഷേപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും വിശാലമായിട്ടുള്ള ലൈറ്റ്, ഇതെല്ലാം ഒരു സർക്കിൾ തീമിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ പലപ്പോഴും നമ്മൾ സർക്കിളിലേക്ക് തന്നെ പോകുമ്പോൾ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ നോർമൽ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിലേക്ക് വരുന്നതിനേക്കാൾ കുറച്ച് കൂടാനാണ് ചാൻസ് ഉള്ളത്. അതും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഒരു ഐഡിയകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഒരു കൗണ്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ആക്ച്വലി ഇതൊരു സിംഗിൾ കൗണ്ടറാണ്. സെൻറ്ററിൽ വരുന്ന റെഫ്രിജറേറ്ററിൻ്റെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ ഇതൊരു നേരെ കിച്ചൻ്റെ ഒരു ഫേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ഏരിയ എന്താണ്? ഈ ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് എക്സ്ട്രാ റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ഫാമിലി സിറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഏരിയ. ഈ ഒരു ഏരിയയിൽ നല്ലൊരു ആംബിയൻസി ആണ്. അതുമാത്രമല്ല ഈ ഒരു ബൗണ്ടറി നമുക്ക് വീടിൻ്റെ ബൗണ്ടറി മാത്രമല്ല പ്ലോട്ടിൻ്റെ ബൗണ്ടറി കൂടിയാണ്. മാക്സിമം 2.25 സെൻറ്റിൻ്റെ എൻഡാണ് ഈ ഒരു പ്ലേസ്. ഈ ഒരു പ്ലേസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ഫ്രീ ടൈമിൽ ഇരിക്കാം, അതുപോലെ കിടന്നുറങ്ങാം. പണ്ട് കാലങ്ങളിൽ തറവാട്ടിലൊക്കെ കിടക്കുന്ന ആ ഒരു ഫീലോട് കൂടി ഇവിടെ കിടന്നുറങ്ങാം. നല്ല രീതിയിൽ ലൈറ്റ് ഉണ്ട്, ആവശ്യത്തിനുള്ള കാറ്റും മറ്റും കിട്ടാൻ വിൻഡോകൾ കൊടുത്തിരിക്കുകയാണ് UPVCയിൽ. അതുപോലെ ടോപ്പിൽ ജാളിയും ഗ്ലാസും കൊടുത്ത് നല്ല രീതിയിലൊരു റൂഫും കൂടെ ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായില്ലേ ഇവിടുത്തെ സിറ്റിംഗ്. ഈ ഒരു സിറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു സോഫ കം ബെഡും കൂടെ കൊടുത്തിരിക്കുകയാണ്. പലരും പറയും ഇവിടെ ഒരു ബെഡ് കൊടുക്കാമായിരുന്നല്ലോ നമുക്ക് എന്ന്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു സോഫ കം ബെഡിൻ്റെ ആവശ്യം വരുന്നത്. പല വീഡിയോകളിലും നമ്മളിത് പരിചയപ്പെടുത്തിയതാണ്. ഇവിടെ വീട്ടുകാർക്കൊക്കെ റെസ്റ്റ് എടുക്കാനെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ അവർക്കും കൂടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള സോഫ കം ബെഡ്. സിമ്പിളാണ്, ഇതുപോലെ സ്പേസിലാണ് ഏറ്റവും അഭികാമ്യം. നിങ്ങൾക്ക് ലിവിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഗസ്റ്റ് റൂം ഇല്ലാത്ത ആളുകൾക്ക്. ഇനി ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാൻഡിലിവർ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും അതുപോലെ സർക്കിൾ ആയിട്ടുള്ള ഒരു മിററും ആണ് കൊടുത്തിരിക്കുന്നത്. സർക്കിൾ എന്നാണ് ഞാൻ എടുത്തു പറയുമ്പോൾ ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും സർക്കിൾ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ആക്ച്വലി ഇതിൻ്റെ ബാക്കിലെല്ലാം ഈ എഞ്ചിനീയർ അശ്വിൻ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചെയറിലേക്ക് കയറുമ്പോൾ ഈ കാണുന്ന വാളിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമുക്ക് പുറമേ നിന്ന് നമ്മൾ കണ്ട കാർ പോർച്ചിൻ്റെ എൻഡാണ് ഈ കാണുന്നത്. അതായത് ഈ ഒരു കോർണറാണ് ആ കോർണർ. ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ഈ ഒരു സ്പേസ്, ഇതിനകത്ത് സ്റ്റോറേജ് വന്നിരിക്കുകയാണ്. CCTV മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്താട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിലാണ് ഈ കാണുന്നത്. പിന്നെ ഈ വരുന്ന നിങ്ങൾക്ക് ഒറ്റനോട്ടത്തെ ടൈലായിട്ട് തോന്നും, ടൈലല്ല, ഇത് PVC ബോർഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ലാമിനേറ്റ്സ് തിക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് ഗ്രൂ ഒക്കെ കൊടുത്ത് അപ്പോക്സി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു ടൈൽ ഫീൽ വന്നിരിക്കുകയാണ്. സ്റ്റെയറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാനൈറ്റ് സ്റ്റെയർ ആണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിലാണെങ്കിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്ലാസും SS-ഉം വന്നപ്പോൾ സിമ്പിളായി ഒന്നും കൂടെ. അത് ഈ ഒരു ഏരിയനെ ഒന്നും കൂടെ അടിപൊളിയാക്കി. ഇങ്ങോട്ട് വരുമ്പോൾ വാൾപേപ്പർ കൊടുത്തിരിക്കുകയാണ്. സർക്കിളിലുള്ള ഓരോ സർക്കിൾസ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ സർക്കിൾ വാളിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. പലപ്പോഴും ഇത് ചെയ്യുക കിണറിന് വേണ്ടി ഉണ്ടാക്കുന്ന റിങ്ങുകൾ വെച്ചിട്ടാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും ചെറിയ റൗണ്ടുകളൊക്കെ വാളിൽ കൊടുക്കുന്നത്. അതിലെ ചെറുത് ഇതാണ്, വലിയ വിൻഡോകൾക്ക് വലുത് 4 അടിയുള്ളതൊക്കെ കൊടുത്തിട്ടുമുണ്ട്. നേരെ മേലേക്ക് കയറി പോകാം. ഈ വീടിൻ്റെ മൊത്തം വാൾ കളറും സീലിംഗ് കളറും നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യാൻ കാരണം ഒരു ഐവറി തീമുള്ള പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ഈ ഡീഡക്കോറിൻ്റെ വാൾപേപ്പറും കൂടെ വന്നപ്പോൾ അതിലേക്കൊരു കോമ്പിനേഷനും ഈ ഏരിയ ഒന്നുകൂടെ ഹൈലൈറ്റ് ആവുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിൻഡോ ഷേപ്പുകളായിരിക്കാം. സർക്കിളിലേക്ക് മാക്സിമം കൊണ്ടുവന്നെങ്കിലും ഈ ഒരു ഏരിയയിൽ ഓവൽ ഷേപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ പല സ്ഥലങ്ങളിലും ഓവൽ ഷേപ്പ് കാണാൻ പറ്റും.
ആ 2 തീമും കൂടെ മാച്ച് ചെയ്തിട്ടാണ് ഇതിലെ മൊത്തം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ഏരിയയിൽ ഒരു എക്സ്ട്രാ ബാർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഏരിയ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാർ യൂണിറ്റ് ഇതാ ഒരു ഓവൽ ഷേപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2 സിറ്റിംഗ് ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ഏരിയ ഉണ്ട്, അതുപോലെ എക്സ്ട്രാ സ്റ്റോറേജ് ഇതാ ഇവിടെ വൈറ്റ് കളറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്ട്രാ സ്പേസ് കാണും. ഇത്രയും ചെറിയ വീട്ടിൽ ഇതുപോലുള്ളൊരു സീബിലോ അല്ലെങ്കിൽ താഴേക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ. നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് കാണുന്ന ഷേപ്പുകൾ ഇവിടുന്ന് കാണാനും പറ്റും. അതുപോലെ താഴെ ആരെങ്കിലും വന്ന് ഡോർ തുറക്കുന്നുണ്ടെങ്കിൽ ആളെ കാണാനും പറ്റും. ഇവിടെ 2 ബെഡ്റൂമുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ മെയിൻ ഡോർ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതേ ഒരു ഐഡിയയിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം സർക്കിളിനെ CNC ചെയ്തിരിക്കുകയാണ്. ഇത് പെയിന്റ് ചെയ്തപ്പോൾ പലരും ചോദിക്കുന്നത് എന്ത് പെയിന്റാണ് യൂസ് ചെയ്തത്, സാധാരണ പെയിന്റ് പോലെ അല്ലല്ലോ. ഇതിനാണ് PU പെയിന്റിങ് എന്ന് പറയുക. ഒന്നും കൂടെ ഫിനിഷിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ഫീലും കിട്ടും. ബെഡ്റൂമിലേക്കാണ് കയറാൻ വന്നത്. ബെഡ്റൂം കാണിക്കണം എന്നല്ല പറഞ്ഞത്, ആ കണ്ടോളൂ. സിമ്പിൾ ബെഡ്റൂമുകളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3.5x3 സൈസാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ബേ വിൻഡോ കാണാൻ പറ്റും. അതുപോലെ ഹെഡ് ബോർഡിനെ ഒന്ന് ഗ്ലോ ചെയ്ത് നിൽക്കുന്ന ഡെക്കോറിൻ്റെ വാൾപേപ്പറുകൾ തന്നെയാണ്, ഗ്ലോസി ടൈപ്പാണ്. ഈ ഒരു വുഡൻ ടൈപ്പായിട്ടുള്ള ബെഡ് കോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല വുഡിൽ നിന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. അതിൽ നാച്ചുറൽ വുഡ്, തേക്ക് വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് കുഷനും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹൈറ്റാണ്. സാധാരണ ബേവിൻ്റെക്കാൾ ഇതിന് ഹൈറ്റ് കൂടുതലുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് താഴേക്കുള്ള വ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പ്ലഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരു അയൺ ടേബിൾ ആയിട്ടും കൂടെ ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഹൈറ്റ് കൂട്ടി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് റോമൻ പ്ലൈൻസ് കാണാം. ഈ ഒരു ഏരിയനെ സിമ്പിൾ ആക്കുന്നത് സഹായിച്ചിട്ടുണ്ട്. വലിയ ആർഭാടങ്ങളൊന്നും ഈ റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ സീലിങ്ങിൽ ആ സർക്കിൾ ഐഡിയ അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വലിയ വിൻഡോ വന്നു. ഇങ്ങനെ വന്ന ഈ റൂമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബാത്റൂമാണ്. ബാത്റൂമിലേക്ക് പോകുകയാണെങ്കിൽ ഇത്രയും വലിയ ഡോർ വേണമെന്ന് ചോദിക്കാറില്ലേ. 1 മീറ്റർ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ അടിപൊളി ആയിട്ടുള്ള വലിയൊരു ബാത്റൂം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ബാത്റൂമിലേക്ക് കയറാൻ വരട്ടെ, നിങ്ങൾക്കൊരു അടിപൊളി വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് ഏരിയ അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. വലിയ ഡ്രസ്സിങ് ഏരിയ ആണ്. മിറർ വരുന്നുണ്ട്. അതുപോലെ ഡോറിൽ തന്നെ മിറർ വരുന്ന രീതിയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ എക്സ്ട്രാ മിറർ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ് ഈ ഒരു ഏരിയ. ഈ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് വേണം ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ. ഈ ബാത്റൂം നമ്മൾ സാധാരണ രീതി അങ്ങനെ എടുത്ത് കാണിക്കാറൊന്നുമില്ല, പക്ഷെ ഇത് കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. റൂമിൻ്റെ സ്പേസോളം തന്നെ സ്പേസ് ഇതിന് മൊത്തം വരുന്നുണ്ട്. ഡ്രൈ വെറ്റ് ഏരിയകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗ്ലാസ് ആണ്. അതുപോലെ നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ലുക്ക് വരുന്ന ടൈലുകളും അതുപോലെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൽ വരുന്ന സീലിങ്ങിലും നിങ്ങൾക്ക് സർക്കിൾ കാണാം. അതുപോലെ തന്നെ വാഷ് ബേസിൽ പോലും ആ ഒരു സർക്കിൾ ഐഡിയ കീപ്പ് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ് കോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഈ ഒരു ഭാഗത്താണ് സർക്കിൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം വീടുകളിൽ വിൻഡോകളൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷൻ എന്നാൽ ലൈറ്റ് ഏത് ഭാഗത്തു നിന്ന് വരുന്നു അതുപോലെ കൊടുക്കണം. പിന്നെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമുക്കൊരു കോംപ്ലിക്കേഷൻ വരാത്ത രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇവിടെയും വിൻഡോ ഈ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ കൂടി ഇവിടെ എന്താ അയൺ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അയൺ ചെയ്യാനായിട്ട് വേറെ ഏരിയ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ബേ വിൻഡോ അങ്ങനെയും യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇവിടെ വാർഡ്രോബ് സെപ്പറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീടിൻ്റെ മൊത്തം ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാച്ചുറൽ മാർബിൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിമ്പിളാണ്, വൈറ്റ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. വീടിൻ്റെ ഡോറുകളെല്ലാം പരിചയപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിലെ ലോക്കിന് വരെ സർക്കിൾ ഐഡിയ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തും ഇവിടെ ഒരു മിറർ ഐഡിയ സർക്കിൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കിൾ ഹോമാണ്. ബാൽക്കണിയിലാണ് വന്നിരിക്കുന്നത്. സർക്കിൾ ഹാൻഡ് റെയിലും നമുക്ക് ഇവിടെ കാണാം. ഒരു സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ ഒരു അട്രാക്ഷനും വേണ്ടിയിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ്. വെറും 2.5 സെൻറ്റിൽ അല്ലെങ്കിൽ 2.25 സെൻറ്റിൽ എങ്ങനെ ഒരു വീട് വെക്കാമെന്നുള്ളതിൻ്റെ ചിന്തയിൽ നിന്നാണ് എഞ്ചിനീയർ ഈ ഒരു ഐഡിയയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു വീട് ഇത്ര ഭംഗിയാക്കുന്നതിന് ഒരുപാട് എക്സ്പെൻസ് വന്നിട്ടുണ്ടാകും. അറിയാലോ, ചെറിയ പ്ലോട്ടാണെങ്കിൽ കൂടി ഇതിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആർക്കിടെക്റ്റ് ഈ വീട് പണിതിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റ് എത്രയായി എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ കൂടി ഏകദേശം 55 ലക്ഷം രൂപക്കാണ് ഇതിൻ്റെ മൊത്തം വർക്കുകൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീടിന് പ്ലോട്ട് കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വീട് പണിയാം. എന്നാൽ വീട് കുറഞ്ഞ ഏരിയ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതുപോലെയും ചെയ്യാവുന്നതാണ്.
അപ്പോൾ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എനർജി എനിക്ക് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.